ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും അധികം ആളുകളെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒരു അഭ്യൂഹങ്ങളുണ്ട്. ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും, അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കൊണ്ട്. ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞത്, രാഷ്ട്രീയത്തിലും ഇതേ പ്രശ്നമുണ്ട്. എനിക്ക് ഇത്തരത്തിലൊരു യുവ നേതാവിന്റെ അടുത്ത് നിന്ന് വളരെ മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, മോശമായ അപ്രോച്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, റീസെൻ്റ്ലി ചില വീഡിയോസൊക്കെ അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. ഈ വിഷയത്തിൽ നമ്മൾ പലരോടും ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന പല മാന്യ അദ്ദേഹങ്ങളും യഥാർത്ഥത്തിൽ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. ഈ പറയുന്ന ആളുകൾക്ക് നമ്മളിത് പറഞ്ഞതിന് ശേഷവും വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ഒരു വിഷയം ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം നിൽക്കുന്ന ഒരു വിഷയമാണ്, കറങ്ങി നിൽക്കുന്ന ഒരു വിഷയവും കൂടിയാണ്, അറിയാലോ. എന്നിട്ടും ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് തിരസ്കരിക്കുകയാണ്. മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിനൊന്നും ഒരു ഇതും കൊടുക്കുന്നില്ല. ഈവൺ അവരെ പോലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ചില വാർത്തകൾ വന്നിട്ട് പോലും. അതാണ് ഹൂ കെയേഴ്സ്.